കൈവെട്ട് കേസിൽ PFI ഭീകരവാദി സവാദിന് തമിഴ്നാട്ടിൽ ഒളിത്താവളങ്ങൾ ഒരുക്കിയതും ഭീകരവാദ ഗ്രൂപ്പുകൾ തന്നെ. PFIയുടെ നിഴൽ രൂപങ്ങളായ ഭീകര സംഘടനകൾ സവാദിനെ സാമ്പത്തികപരമായും സഹായിച്ചതായി വിവരം. ഡിണ്ടിഗലിൽ ഒളിവിൽ കഴിയാൻ വേണ്ട ഒത്താശകൾ ചെയ്തത് PFI ഗ്രൂപ്പുകളാണെന്ന് വ്യക്തമായിട്ടുണ്ട്. നിരോധിത ഭീകര സംഘടനയായ PFIയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് തമിഴ്നാട്ടിലും സവാദ് ഒളിവിൽ കഴിഞ്ഞത്. ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് 2010 ജൂലൈ 4-ന് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ശേഷം മധുരയിലേക്കും ഇവിടെ നിന്ന് ദിണ്ടിഗലിലേക്കുമായിരുന്നു സവാദ് കടന്നത്. ദിണ്ടിഗലിൽ മലമുകളിലെ ഒളിസങ്കേതത്തിലെത്തിച്ചത് ഭീകരവാദ ഗ്രൂപ്പുകൾ നിയോഗിച്ച ആളുകളായിരുന്നു. വിവരം പുറത്തുപോകാതെ 2 വർഷവും സവാദിനെ ഒളിപ്പിക്കാനും ഇവർക്ക് കഴിഞ്ഞു. PFI നിരോധനത്തിന് ശേഷം NIAയുടെ വ്യാപക റെയ്ഡുകൾ നടന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ദിണ്ടിഗൽ. രാമനാഥപുരം, കടല്ലൂർ, തിരുനെൽവേലി, തെങ്കാശി എന്നിവിടങ്ങളിലും റെയ്ഡുകൾ നടന്നിരുന്നു. എന്നാൽ കൃത്യത്തിന് ശേഷമുള്ള ഏതാനും വർഷങ്ങളായിരുന്നു സവാദ് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞിരുന്നത്. ദിണ്ടിഗലിൽ നിന്നാണ് തിരികെ വളപട്ടണത്തെത്തിയത്. പിടിയിലായ മട്ടന്നൂർ ബേരത്തടക്കം പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. രാജ്യവിരുദ്ധ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വാധീനമുള്ള നിരവധി മേഖലകൾ തമിഴ്നാട്ടിലുണ്ട്. മലയാളി IS കേസിലെ പ്രതികളിൽ ചിലരും ഒളിവിൽ കഴിഞ്ഞിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു. കേരളത്തിലെ ഭീകരവാദ നേതാക്കൾക്ക് ഒളിസങ്കേതങ്ങൾ ഒരുക്കാൻ നിരോധിത സംഘടനയായ PFIക്ക് നിഴൽ രൂപങ്ങളുണ്ട്. സവാദിന് സാമ്പത്തിക സഹായങ്ങളും ഈ ഗ്രൂപ്പുകളിലൂടെ ലഭിച്ചിട്ടുണ്ട്. പ്രതിയെ വീണ്ടും 10 ദിവസം NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതോടെ ഒളിസങ്കേതങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാകും. ജനം, കൊച്ചി.